നമസ്കാരം. മിഡ് ന്യൂസ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിലേക്ക് 52 के उपबंधों और तदधीन बनाए गए नियमों और आदेशों के अनुसार निर्वाचन करा लिया गया है तथा परिणाम घोषित कर दिया गया है। अब इसलिए भारत निर्वाचन आयोग एतद द्वारा प्रमाणित करता है कि श्री जगदीप धनखड़ वर्ष 2022 के अगस्त मास के 6वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 15वें दिन भारत के उपराष्ट्रपति पद के लिए सम्यक रूप से निर्वाचित हो गए हैं। भारत गणराज्य के 73वें वर्ष में हमारे हस्ताक्षर और भारत निर्वाचन आयोग की मुहर से वर्ष 2022 के अगस्त मास के इस 6वें दिन तदनुसार शक संवत के वर्ष 1944 के श्रावण मास के 15वें दिन प्रदत्त किया गया। मैं जगदीप धनखड़ ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा तथा जिस पद को मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूंगा। माननीय राष्ट्रपति महोदय, अगर आपकी आज्ञा हो तो इस समारोह की कार्यवाही समाप्त की जाए। ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഖർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് നമ്മൾ കണ്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇനി നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകാം. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. VKC ഇന്ത്യ പ്രൈഡ്, മൈ പ്രൈഡ്. കേന്ദ്രത്തിനും ഇഡിക്കും കനത്ത തിരിച്ചടി. തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ പോകേണ്ടെന്ന് ഹൈക്കോടതി.
വിളിപ്പിച്ചത് എന്തിനെന്ന് ഇ ഡി വ്യക്തമാക്കണം. വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കരുതെന്ന് ഇ ഡിയോട് ഹൈക്കോടതി. തോമസ് ഐസക് പ്രതിയല്ലെന്ന് കോടതിയിൽ പറഞ്ഞു ഇ ഡി നടപടി തെറ്റെന്ന് വി ഡി സതീശൻ. കോൺഗ്രസ് പദയാത്രയിൽ RSS ഗണഗീതം പാടിയത് പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പഥസഞ്ചലന യാത്രയിൽ RSS ഗണഗീതം പാടിയ വാർത്ത പുറത്തുവിട്ടത് കൈരളി ന്യൂസ്. നടിയെ പീഡിപ്പിച്ച കേസിൽ അതിജീവിതയെ അപമാനിച്ച് PC ജോർജ്. ദിലീപിനെതിരായ കേസുകൊണ്ട് ഗുണമുണ്ടായത് നടിക്ക് മാത്രമെന്ന് PC ജോർജിന്റെ വാദം. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജിയിൽ ദിലീപിന് നോട്ടീസ്. ദേശീയപാതയിലെ കുഴികളിൽ ഒടുവിൽ കരാർ കമ്പനിയെ കൈവിട്ട ദേശീയപാത അതോറിറ്റി. കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ കരാർ നടപടികളിൽ നിന്ന് പുറത്താക്കി. അറ്റകുറ്റപ്പണിയുടെ ചെലവും 25% പിഴയും ഈടാക്കും. നടപടി സംസ്ഥാന സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഇടപെടലിനെ തുടർന്ന്. അട്ടപ്പാടി മധു വധക്കേസിൽ പ്രതികൾ സാക്ഷികളെ സ്വാധീനിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. പ്രതികൾ സാക്ഷികളെ ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ കൈരളി ന്യൂസിന്. ഫോൺ വിളികളെല്ലാം സാക്ഷി വിസ്താരം തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ. യുവേഫ സൂപ്പർ കപ്പ് റയൽ മാഡ്രിഡിന്. കിരീട പോരാട്ടത്തിൽ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ തോൽപ്പിച്ചു. വിശദമായി നോക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കനത്ത തിരിച്ചടി. ഇ ഡി മുൻപാകെ തോമസ് ഐസക് ഹാജരാകേണ്ടതില്ലെന്ന് ഹൈക്കോടതി. ഡോക്ടർ ടി എം തോമസ് ഐസക് പ്രതിയല്ലെന്ന് ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ഉമേഷ്, കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് ഇ ഡിക്ക് നേരിടേണ്ടി വന്നത്. തോമസ് ഐസക് ഹാജരാകേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ ഐസക് പ്രതിയല്ല എന്ന നിലപാട് ഇ ഡിയും കോടതിയിൽ സ്വീകരിക്കുകയുണ്ടായി. എന്തിനാണ് വിളിപ്പിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കോടതി ഇ ഡിക്ക് മുൻപിൽ ചോദിക്കുകയുണ്ടായി. എന്താണെന്ന് കോടതിയിൽ സംഭവിച്ചത് ഉമേഷ്? മനു, ഈ കിഫ്ബിയുടെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇ ഡി തനിക്ക് നൽകിയ നോട്ടീസുകൾ നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി മുൻ മന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കിഫ്ബിയുടെ പേരിൽ തനിക്കെതിരെ നടക്കുന്നത് വ്യക്തിപരമായ ആക്രമണമാണ് എന്ന് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി കുറ്റകൃത്യം വ്യക്തമാക്കാതെ തനിക്ക് നൽകിയ നോട്ടീസുകൾ നിയമപരമല്ല. ഇ ഡി രണ്ടാമതയച്ച നോട്ടീസിൽ വ്യക്തിപരമായ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും തോമസ് ഐസക് കോടതിയെ അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് കോടതി ഇ ഡിക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇ ഡി എന്തിന് വ്യക്തിപരമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വ്യക്തിയുടെ സ്വകാര്യത എന്തുകൊണ്ട് മാനിക്കുന്നില്ല എന്നും കോടതി വിമർശിച്ചു. തോമസ് ഐസക് പ്രതിയല്ല എന്നും അന്വേഷണവുമായി സഹകരിക്കണം എന്നുമായിരുന്നു ഇ ഡിയുടെ മറുപടി. എന്നാൽ എന്തിനാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് വ്യക്തമാക്കാതെ നോട്ടീസ് അയക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു. വിളിച്ചു വരുത്തുന്നതിന്റെ കാരണം അടുത്ത ബുധനാഴ്ചക്കകം ഇ ഡി വ്യക്തമാക്കണം. അതുവരെ തോമസ് ഐസക് ഇ ഡിക്ക് മുമ്പാകെ ഹാജരാകേണ്ടതില്ല എന്നും ജസ്റ്റിസ് VG അരുൺ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഈ ഹർജി പരിഗണിക്കുന്നത് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം മനു, കിഫ്ബിയെ തകർക്കാൻ ഇ ഡി നീക്കം നടത്തുന്നതെന്ന് ആരോപിച്ച് 5 MLA-മാർ സമർപ്പിച്ച ഹർജിയും ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കുകയുണ്ടായി. ഇതിൽ പ്രാഥമികമായ ഒരു വാദം കേട്ടു. കഴിഞ്ഞ 1.5 വർഷമായി ഇ ഡി രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പെരുമാറുകയാണ് എന്ന് MLA-മാർ എന്ന് കോടതിയെ അറിയിച്ചു. കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ ആണിക്കല്ലാണ്. ഇത് തകർക്കാനാണ് ഇ ഡിയുടെ നീക്കം. ഇത് നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നും MLA-മാർ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ അതേസമയം നിയമപരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇ ഡിയും കോടതി അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഈ MLA-മാരുടെ ഹർജി ഇടക്കാല ഉത്തരവിന് വേണ്ടി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ശരി, വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. ഇ ഡിക്കെതിരെ ആഞ്ഞടിച്ച ഡോക്ടർ ടി എം തോമസ് ഐസക് കുറ്റം വ്യക്തമാക്കാതെ സമൻസ് അയപ്പിച്ച് വിളിപ്പിച്ച നടപടി പൗരാവകാശ ലംഘനമാണെന്ന് ഡോക്ടർ ഐസക് പറഞ്ഞു. BJPയുടെ രാഷ്ട്രീയ ചട്ടുകമായാണ് ഇ ഡി പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ പാപ്പരാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കത്തെ നിയമപരമായും ജനങ്ങളെ അണിനിർത്തിയും പ്രതിരോധിക്കുമെന്നും ഡോക്ടർ ഐസക് വ്യക്തമാക്കി. ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ ദിവസം രേഖാമൂലം അറിയിച്ചതിന് പിന്നാലെയാണ് ഡോക്ടർ തോമസ് ഐസക് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് തനിക്ക് ഇ ഡി സമൻസ് അയച്ചതെന്നും തനിക്കെതിരെയുള്ള കുറ്റം വ്യക്തമാക്കണമെന്നും ഐസക് ആവശ്യപ്പെട്ടു. എന്തിനാ എന്നെ വിളിപ്പിക്കുന്നത്? എൻ്റെ നേരെയുള്ള ഒഫൻസ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കും. അതിന് കഴിയില്ലെങ്കിൽ
എൻ്റെ പ്രയർ നേരിട്ട് ഹാജരാകാനുള്ള സമൻസ് റദ്ദാക്കണം, പിൻവലിക്കണം. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായിട്ട് അന്വേഷണം നടക്കുകയല്ലേ. എത്ര ആവശ്യം സിഇഒനെ, സീനിയർ ഓഫീസേഴ്സിനെ കിഫ്ബിയുടെ വിളിച്ചു വരുത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഒഫൻസ് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു അന്വേഷണമാണെങ്കിൽ അതിന് മുന്നിൽ ഹാജരാവണമെന്ന് പറയുന്നത് എൻ്റെ അവകാശത്തിന് മേലുള്ള ധ്വംസനമാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ഇത്തരത്തിൽ വ്യക്തമായ കാരണം കാണിക്കാതെ ഫിഷിംഗ് ആൻഡ് റോവിംഗ് എൻക്വയറി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു അന്വേഷണ പര്യടനം, പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം എന്നുള്ളൊരു അർത്ഥത്തിൽ അത് പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ്. ED BJPയുടെ രാഷ്ട്രീയ ചട്ടുകമാണ്. രാഷ്ട്രീയ എതിരാളികളെയും സർക്കാരുകളെയും അട്ടിമറിക്കാനാണ് EDയെ ഉപയോഗിക്കുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. ED BJPയുടെ രാഷ്ട്രീയ ചട്ടുകമാണ്. ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഒറ്റപ്പെടുത്താനാണ്, അവരെ അറസ്റ്റ് ചെയ്യാനാണ്, തടങ്കൽ വെക്കാനാണ്, സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനാണ്. അപ്പോൾ അവരെന്തും ചെയ്യും, അതിന് മടിക്കാത്തവരാണ്. ഒരു സംശയവും വേണ്ട, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. നിയമപരമായിട്ടും ജനങ്ങളാണ് നേരിടണമെന്നാണ്. നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും. അതിൽ നിയമപരമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ജനങ്ങളെയും അണിനിരത്തും. 2011 കിഫ്ബിയെക്കുറിച്ച് ബഡ്ജറ്റിൽ പറഞ്ഞത്. ഇതിനുശേഷം 5 വർഷം നടക്കേണ്ടിയിരുന്ന വികസനം തടഞ്ഞവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം. അവരും ഇപ്പോൾ EDയുടെ പക്ഷത്താണെന്നും ഐസക് കുറ്റപ്പെടുത്തി. EDക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ലെന്നത് തന്റെ വ്യക്തിപരമായ തീരുമാനമല്ല, പാർട്ടിയുമായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കിഫ്ബിക്കെതിരായ ED നടപടിയിൽ സൂക്ഷ്മത പാലിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കിഫ്ബിയിൽ EDക്ക് ഇടപെടാൻ അധികാരമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ED വേട്ടയാടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുൻ നിലപാട് തിരുത്തിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഞങ്ങൾ പറയാതെ ഞങ്ങൾ പറയാൻ പോകുന്ന അഭിപ്രായം മുൻകൂട്ടി ഐസക് കേട്ടോ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അഭിപ്രായം. ED നടപടിയെക്കുറിച്ച് ഇതുവരെ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും പറഞ്ഞിട്ടില്ല. കിഫ്ബിക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം, കേരളത്തിന്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള BJP നീക്കത്തിലുള്ള സർക്കാരിന്റെ ജനകീയ പ്രതിരോധം, ഇനിയും EDയെ ന്യായീകരിച്ചാൽ ജനം എതിരാകുമെന്ന വിലയിരുത്തലിലാണ് കേരളത്തിലെ കോൺഗ്രസ്. മാത്രമല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ ED വേട്ടയാടുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മറിച്ച് പ്രതികരിക്കാനുമാകില്ല. അതുകൊണ്ട് തന്നെ കിഫ്ബിക്കെതിരായ ED നടപടിയിൽ സൂക്ഷ്മത പാലിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ED അന്വേഷിക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. EDക്ക് അതിൻ്റെ അകത്ത് എന്ത് ജൂറിസ്ഡിക്ഷനാണുള്ളത്? EDക്ക് ഒരു ജൂറിസ്ഡിക്ഷനുമില്ല. EDക്കുള്ള ജൂറിസ്ഡിക്ഷൻ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റാണ്. അത് EDയുടെ പരിധിയിൽ എങ്ങനെ വരുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. തുടക്കത്തിൽ കിഫ്ബിയെ നിയമസഭയ്ക്കകത്തും പുറത്തും UDF എതിർത്തു. പിന്നീട് സ്വന്തം മണ്ഡലങ്ങളിലെ കിഫ്ബി പദ്ധതികൾ ഉയർത്തിക്കാട്ടി UDF നേതാക്കൾ തന്നെ ജനവിധി തേടി. കിഫ്ബിയെ തകർക്കാൻ കേന്ദ്ര ഏജൻസികൾ നീക്കം തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ അതിനെയും അനുകൂലിച്ചു. അവസാനം ഗത്യന്തരമില്ലാതെ VD സതീശന് കേരളത്തിൽ തന്നെ EDയെ തള്ളിപ്പറയേണ്ടി വന്നു എന്നതാണ് വാസ്തവം. EDയുടെ അധികാര പരിധിയിൽ വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തോമസ് ഐസക്കിന് നോട്ടീസ് കൊടുത്തതിൽ ഒരു പ്രസക്തിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഓർഡിനൻസുകൾ നിയമമാക്കാൻ നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഓർഡിനൻസുകൾ നിയമമാക്കാൻ പ്രതിപക്ഷം സഹകരിക്കും. എന്നാൽ ലോകായുക്ത ഓർഡിനൻസിൽ പ്രതിപക്ഷ നിലപാടിൽ മാറ്റമില്ല. ലോകായുക്ത നിയമ ഭേദഗതിയെ എതിർക്കുമെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാർ സഭ വിളിച്ചുകൂട്ടി ഓർഡിനൻസുകളെ ബില്ലുകളാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സർക്കാരിൻ്റെയും കാലത്ത് ഓർഡിനൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ഓർഡിനൻസുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നു. അതുകൊണ്ട് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി നിലവിലുള്ള എല്ലാ ഓർഡിനൻസുകളും ബില്ലുകളാക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ലോകായുക്ത അത് പാസ്സാക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും കൊണ്ടുവരുമ്പോൾ. ദേശീയപാതയിലെ കുഴികളിൽ കരാർ കമ്പനിക്കെതിരെ നടപടിയുമായി ദേശീയപാത അതോറിറ്റി. അറ്റകുറ്റപ്പണികളിൽ സ്ഥിരമായി വീഴ്ച വരുത്തിയ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ കരാറുകളിൽ നിന്ന് പുറത്താക്കി. അറ്റകുറ്റപ്പണിയുടെ ചിലവും 25% പിഴയും കമ്പനിയിൽ നിന്ന് ഈടാക്കും. സ്ഥിരമായി വീഴ്ച വരുത്തിയിട്ടും കരാർ കമ്പനിയെ സംരക്ഷിച്ച ദേശീയപാത അതോറിറ്റി സംസ്ഥാന സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഇടപെടലിനെ തുടർന്നാണ് ഒടുവിൽ നടപടിയെടുത്തത്.
കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്തുന്ന ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന നിർദ്ദേശം ജില്ലാ കലക്ടർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കരാർ കമ്പനി നടത്തുന്ന അറ്റകുറ്റപ്പണികൾ ശാസ്ത്രീയമല്ലെന്നും കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കരാർ കമ്പനിയെ മാറ്റാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. അറ്റകുറ്റപ്പണിയുടെ ചിലവും 25% പിഴയും കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കും. ഈ മാസം 20-ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റൊരു കമ്പനിക്ക് നൽകാനാണ് തീരുമാനം. ദേശീയപാതയിൽ ചാലക്കുടി ഭാഗത്താണ് കൂടുതൽ കുഴികളുള്ളത്. ഇവിടുത്തെ റീടാറിംഗ് മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതേസമയം കോൾഡ് മിക്സ് ടാറിംഗ് വേണ്ട എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശം. നിരന്തരം വീഴ്ച വരുത്തിയിട്ടും കരാർ കമ്പനിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഇടപെടലിനെ തുടർന്നാണ് കരാർ കമ്പനിയെ മാറ്റാൻ ദേശീയപാത അതോറിറ്റി നിർബന്ധിതമായത്. കൈരളി ന്യൂസ്, തൃശൂർ. തിരികെ വാർത്തകളിലേക്ക്. തൊടുപുഴ മങ്കുഴിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രസവിച്ച ഉടൻ മാതാവ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. തൃശൂർ കൊരട്ടി സ്വദേശിയായ യുവതിയും ഭർത്താവും 2 മക്കളും വർഷങ്ങളായി ഇവിടെയാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 6 മാസം മുൻപ് യുവതി തമിഴ്നാട് ഗൂഡല്ലൂരിലേക്ക് മാറി. പോലീസ് ഇടപെട്ടാണ് യുവതിയെ തിരിച്ച് വീട്ടിലെത്തിച്ചത്. 4 മണിക്ക് ശുചിമുറിയിൽ കയറി യുവതി ഏറെ നേരം കഴിഞ്ഞും പുറത്തിറങ്ങാതായതോടെ ഭർത്താവ് നടത്തിയ പരിശോധനയിലാണ് ഇവർ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത്. അറിഞ്ഞില്ല, അവര് അങ്ങനെ നുണയും ഇതൊക്കെ പറഞ്ഞു. വണ്ണം വെക്കാനുള്ള മരുന്ന് കഴിക്കണം പറഞ്ഞു. കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനും അവനും അറിയണത്. തുടർന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാരുടെ പരിശോധനയിൽ പ്രസവിച്ചെന്ന് സ്ഥിരീകരിച്ചു. പ്രകാരമാണ് സംഭവിച്ചെന്നുള്ളത് അന്വേഷണ ദിവസം കണ്ടെത്തേണ്ട കാര്യമാണ്. അത് മിക്കവാറും തന്നെ അതൊരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ പിന്നെ ഡോക്ടറെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും കണ്ട് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാവും. യുവതി തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗർഭിണിയായത് തനിക്ക് അറിയില്ല എന്നാണ് ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൊലപാതകം ഉറപ്പിക്കാനാകുമെന്ന് പോലീസ് അറിയിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി. KPCCയുടെ നവസങ്കല്പ പദയാത്രയിൽ RSSന്റെ ഗണഗീതം കേൾപ്പിച്ചത് പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൈരളി ന്യൂസ് വാർത്തയോടെയാണ് സതീശന്റെ പ്രതികരണം. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അത് പരിശോധിക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് കേട്ടാൽ മനസ്സിലാവില്ല ഗണഗീതം, ഞാൻ കേട്ടിട്ടില്ല, എനിക്കത് കേട്ടാൽ മനസ്സിലാവില്ല. അത് പരിശോധിക്കുക. അങ്ങനെ ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്നറിയാം. ഭാരതമാതാ കി ജയ് എന്നുള്ളൊരു വാക്ക് കേട്ട് ഭാരതമാതാ കി ജയ് എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്നതാണ്. അല്ലാതെ ആ പാട്ടെന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും നമ്മൾ. ഗൾഫിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രവാസി വ്യവസായി ഹാരിസിന്റെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തു. ഹാരിസിന്റെ മരണം കൊലപാതകമാണെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് റീപോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഹാരിസിന്റെ മരണത്തിന് പിന്നിൽ ബിസിനസ് പങ്കാളിയായ ഷൈബിൻ അഷ്റഫാണെന്നാണ് ആരോപണം. പാരമ്പര്യ വൈദ്യനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതിയാണ് ഷൈബിൻ. നിലമ്പൂർ ഡിവൈഎസ്പി സാജു എബ്രഹാം, ഫോറൻസിക് സർജൻ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റീപോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അട്ടപ്പാടി മധുവിന്റെ കൊലപാതക കേസിൽ പ്രതികൾ സാക്ഷികളെ വിളിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. 11 പ്രതികൾ 13 സാക്ഷികളെ ഫോണിൽ വിളിച്ചു. ചില സാക്ഷികളെ 63 തവണ വരെ വിളിച്ചു. ഫോൺ കോൾ രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചു. വധക്കേസിൽ തുടർച്ചയായി സാക്ഷികൾ കൂറുമാറുമ്പോൾ മധുവിന്റെ കുടുംബവും പബ്ലിക് പ്രോസിക്യൂട്ടറും ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സാക്ഷികളെ പ്രതികൾ സ്വാധീനിക്കുന്നു എന്നാണ്. ഇത് ശരിവെക്കുന്നതാണ് ഈ ഫോൺ കോളുകൾ. 11 പ്രതികൾ 13 സാക്ഷികളെ ഫോണിൽ വിളിച്ചു. മരക്കാർ, ഷംസുദ്ദീൻ, നജീബ്, സജീവ് തുടങ്ങിയ പ്രതികളാണ് കൂടുതൽ സാക്ഷികളുമായി ഫോണിൽ ബന്ധപ്പെട്ടത്. ചില സാക്ഷികളെ 63 തവണ വരെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഫോൺ വിളികളെല്ലാം സാക്ഷി വിസ്താരം തുടങ്ങുന്നതിന് മുൻപുള്ള മാസങ്ങളിലാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രതികളുമായി അടുപ്പം പുലർത്തിയ 8 പേർ ഇതുവരെ കൂറുമാറിയിട്ടുണ്ട്. ഫോൺ കോൾ രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. 2018 ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ പ്രതികൾ ജാമ്യവ്യവസ്ഥ ലംഘിക്കുകയാണെന്നും പ്രതികളെ സ്വാധീനിക്കുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഈ മാസം 15-ന് കോടതി പരിഗണിക്കും. ഈ ഹർജി പരിഗണിച്ച ശേഷമായിരിക്കും കേസിൽ കൂടുതൽ സാക്ഷികളുടെ വിസ്താരമുണ്ടാവുക. കൈരളി ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് KSRTC ടെർമിനൽ പൊളിക്കേണ്ടതില്ല എന്നതാണ് IITയുടെ വിദഗ്ധ റിപ്പോർട്ടെന്ന് മന്ത്രി ആന്റണി രാജു. കരാർ കമ്പനിയുടെ വീഴ്ചയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വിജിലൻസ് കേസ് തീർപ്പാകുന്ന മുറയ്ക്ക് ചിലവ് തുക കമ്പനിയിൽ നിന്ന് ഈടാക്കുമെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു. 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ഫയലിങ്ങിനെ സംബന്ധിച്ച് ഫയലിംഗ് റെക്ടിഫിക്കേഷൻ വേണമെങ്കിൽ അത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട്.
വേണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം 3 ആഴ്ചക്കുള്ളിൽ എടുക്കും. ആ സമയത്ത് തന്നെയാണ് ബാക്കി എംപാനൽ ചെയ്യേണ്ടവരുടെ ലിസ്റ്റും എക്സാക്റ്റ് കോസ്റ്റ് എത്ര വരുമെന്നും എന്നുള്ളതൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ ആവും. അത് വരുന്നതോടുകൂടി തന്നെ നമുക്ക് വളരെ വേഗത്തിൽ KTDFC തന്നെ ഇത് ടെൻഡർ ചെയ്ത് എംപാനൽ ചെയ്ത നല്ല നിലവാരമുള്ള കമ്പനികളെ കൊണ്ട് റെക്ടിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. വിജിലൻസ് കേസ് അന്വേഷണത്തിന് ഓൾറെഡി ഉത്തരവിട്ട് കഴിഞ്ഞല്ലോ. ആ വിജിലൻസ് കേസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരണം മുറയ്ക്ക് അവരുടെ പേരിൽ നടപടികളുണ്ടാവും. ഖത്തർ ലോകകപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി. ഇതാദ്യമായി അറബ് നാട് ആതിഥ്യമരുന്ന ലോകകപ്പിനെ വരവേൽക്കാൻ ആടിമുടി ഒരുങ്ങുകയാണ് ഖത്തർ. അതേസമയം ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം ഒരു ദിവസം നേരത്തെയാക്കാനുള്ള ആലോചനയിലാണ് ഫിഫ. ഈ വാർത്തയോടുകൂടി മിഡ് ഡേ പൂർണ്ണമാവുകയാണ്.